അധ്യാപകർ, OPSന്റെ സൂപ്രണ്ട്, ലൈൻ ടീച്ചർ, കൺവീനർ, ടീച്ചർ, കുട്ടികളുടെ മാതാപിതാക്കൾ, നമ്മൾ ഇന്ന് OPS ആരംഭിക്കുകയാണ് അല്ലേ? OPSന്റെ വാക്യം എന്താണ്? തീം എന്തായിരുന്നു? നടപ്പിൽ നിർമ്മലരായി. നമ്മുടെ നടപ്പ് ഈ OPS കഴിയുമ്പോൾ നല്ല ഹൃദയവും നല്ല മനസ്സുള്ളവരായിരിക്കണം കേട്ടോ. എന്നിൽ നിഷിദ്ധമായ കർത്തവ്യം ഈ യോഗത്തിൽ വന്നിരുന്ന എല്ലാവരും സ്വാഗതം ചെയ്യാവുന്നതാണ്. ആദ്യമായിട്ട് ഈ യോഗത്തിൻ്റെ അധ്യക്ഷപദവി അലങ്കരിക്കുന്നത് നമ്മുടെ വികാരിയച്ഛനാണ്. നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുകയെല്ലാം ചെയ്യും അല്ലേ? അപ്പം നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം തരുന്നത് നമ്മുടെ വികാരിയച്ഛനെ ഈ OPSന്റെ പേരിൻ്റെ ഭാഗമായിട്ട് സ്വാഗതം ചെയ്തുകൊണ്ടിരുന്നു. അപ്പം നമ്മുടെ ഇടവേളയിൽ ടെസ്റ്റ് നമുക്ക് ആത്മീയ പ്രസ്ഥാനങ്ങളെല്ലാം എല്ലാ കൈത്താങ്ങളും വേണ്ട സപ്പോർട്ടുകളും എല്ലാം നൽകുന്നുണ്ട് അല്ലേ? അപ്പം നമ്മുടെ ഇടവേള ടെസ്റ്റ് TK വർഗീസ് സാറിനെ ഈ യോഗത്തിലേക്ക് ഭാഗമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇടവേളയുടെ സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഇടവേള ടെസ്റ്റ് പാട്ടയിലെ ലൈജൻ പി മാത്യു സാറിനെ ഈ യോഗത്തിലേക്ക് ഭാഗമായിട്ട് സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഈ യോഗത്തിൽ വന്ന മാതാപിതാക്കളെ, എല്ലാ കുട്ടികളെയും അധ്യാപകരെയും ഒറ്റവാക്കി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ കണ്ടിരുന്നു. നന്ദി, നമസ്കാരം. അടുത്തായിട്ട് അധ്യക്ഷ പ്രസംഗത്തിന് ബഹുമാനപ്പെട്ട വികാരിയച്ഛനെ ക്ഷണിച്ചു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ ഇടവകയുടെ ബഹുമാനപ്പെട്ട ക്രൈസ്താനി TK വർഗീസ് തുമ്പേൽ, ഇടവകയുടെ സെക്രട്ടറി മാട്ടേൽ ശ്രീ ലൈജു പി മാത്യു, സൺഡേ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ ശ്രീ അനീഷ് ജോർജ് മാട്ടേൽ, സൺഡേ സ്കൂളിൽ OPSന്റെ സൂപ്രണ്ട്, അതുപോലെ കൺവീനർ രാജി ടീച്ചർ, അതുപോലെ തന്നെ ടീച്ചർ, മറ്റെല്ലാ അധ്യാപകരെയും മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവനാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ വർഷത്തെ OPSന്റെ തീം എന്താ? നടപ്പിൽ നിർമ്മലരായിരിക്കും. അത് പറയുമ്പോൾ അതിന്റെ പ്രതിവാക്യം പറയുന്നത് എന്താ? ദൈവമേ നയിക്കണം. ഞാൻ പറയാണ്, ഇത് വേദപുസ്തകത്തിൽ എവിടെയാ പറഞ്ഞിരിക്കുന്നത്? വേദപുസ്തകത്തിലൊരു വാക്യമാണ്. അന്നൊക്കെ സൺഡേ സ്കൂളിൽ നിങ്ങൾ ഈ വാക്യം പഠിക്കുമായിരുന്നു. ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? തന്റെ ന്യായപ്രമാണത്തെ അനുഷ്ഠിക്കുന്നതിനാൽ തന്നെ. 119 സങ്കീർത്തനം 9 വാക്യം കേട്ടോ. 119 സങ്കീർത്തനം 9 വാക്യം. ആ വാക്യത്തിൽ നിന്നാണ് ഈ വർഷത്തെ നമ്മുടെ തീം എടുത്തിരിക്കുന്നത്. അതിന്റെ തീം നടപ്പിൽ നിർമ്മലരായിരിക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ വേണം? ദൈവമേ നയിക്കണമേ. അപ്പൊ ആ നിർമ്മലതയിലേക്ക് നമ്മളെ നയിക്കുവാൻ നമ്മൾ ദൈവത്തോട് ചോദിച്ചുകൊണ്ട് കടന്നു വരുന്ന ഈ 50 ദിവസങ്ങളാണ് ഇത് OPSന് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നത്. 1-ാം ദിവസത്തെ ധ്യാനമാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ആ ധ്യാനത്തിൽ പറയുന്നത് നമ്മൾ നിർമ്മലരാകേണ്ടത് എങ്ങനെയാണ്, നടപ്പിൽ നിർമ്മലരാകേണ്ടത് എങ്ങനെയാണെന്ന് പറയുന്നത് ഹൃദയത്തിന്റെ നൈർമല്യമാണ്. എവിടെയാ? നമ്മുടെ ഹൃദയമാണ് ശരീരത്തിന്റെ, നമ്മുടെ ജീവന്റെ സെന്ററാണ്. സ്ഥാനം പറയുന്നത് ഹൃദയം നിർമ്മലമായെങ്കിൽ മാത്രമേ നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളും ഉണ്ടാകും നിർമ്മലമാകുകയുള്ളൂ. അതുകൊണ്ട് തമ്പുരാൻ പറഞ്ഞു, യേശുക്രിസ്തു മലമേൽ കയറി ഒരു പ്രസംഗം നടത്തി. എന്റെ പേരെന്താ? ഗിരിപ്രഭാഷണം അല്ലെ, പർവ്വത പ്രസംഗം. അതിലൊരു പറയുന്നുണ്ട് എന്താണ്? അഷ്ടസൗഭാഗ്യങ്ങളുണ്ട്. അതിലൊരു സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ ഹൃദയശുദ്ധിയുള്ളവർ അറിയുന്നില്ല. ഹൃദയശുദ്ധിയുള്ളവർ എന്ത് ചെയ്യവര്? അവർ ദൈവത്തെ കാണും. എന്താ പറ്റുന്നത്? ഹൃദയശുദ്ധി എന്ന് പറഞ്ഞ് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ
അവർ ദൈവത്തെ കാണും. ദൈവത്തെ കാണാൻ സാധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഹൃദയശുദ്ധി ആവശ്യമാണ്. എന്ന പ്രാർത്ഥന എന്ന് ചൊല്ലുന്നുണ്ട്. നിർമ്മലരിൽ കനിയൂ നിർമ്മലനാം ദേവാ, ഞങ്ങൾക്കെന്നും നൽകണമേ നിർമ്മല ഹൃദയം. ഈ സീമാ നമസ്കാരം സെമിനാറിലെ പോലെ ദേവാലയമൊക്കെയുള്ള നമ്മുടെ കാലിക പ്രാർത്ഥനയാണ്. കാലികമായിട്ടുള്ള പ്രാർത്ഥനയാണ് അന്നത്തെ പറയുന്നതാണ് ചെയ്യുന്നത്. അതിൽ വ്യാഴാഴ്ച സന്ധ്യ നമ്മൾ ചൊല്ലുന്നതാണ് നിർമ്മലരിൽ കനിയൂ നിർമ്മലനാം ദേവാ, ഞങ്ങൾക്കെന്നും നൽകണമേ നിർമ്മല ഹൃദയം. നിൻ പ്രീതിക്കെതിരാ പാഴാൻ ചിന്തകളും ദുഷ്ടവികാരം എങ്ങളിൽ ഒഴിവാക്കണമേ. നിന്റെ പ്രീതിക്ക് എതിരായിട്ടുള്ള ദുഷ്ടവിചാരങ്ങൾ അല്ലേ, ഇവയെല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒഴിവാക്കി നിർമ്മലമായ ഒരു ഹൃദയം തരണമേ എന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണമെന്ന് ദൈവമേ നിർമ്മലമായ ഹൃദയം. ഈ നിർമ്മല ഹൃദയം ദൈവത്തോട് ചോദിച്ച ഒരു മനുഷ്യനാണ് ആര്? ദാവീദ്. ദാവീദ് ആരായിരുന്നു? ദാവീദ് ആരായിരുന്നു? രാജാവ് അല്ലേ? രാജാവ്. ഇസ്രായേലിന്റെ ഏറ്റവും വലിയ രാജാവാണ് ആര്? ദാവീദ്. 51 സങ്കീർത്തനം നിങ്ങൾ ചൊല്ലുവോ? എല്ലാ ദിവസവും രാവിലത്തെ പ്രാർത്ഥനയും നമ്മൾ ചൊല്ലുന്നത് പ്രകാരം അല്ലേ? എന്നോട് കരുണ ചെയ്യണമേ എന്ന് പറഞ്ഞു. അത് എപ്പോഴും ഏത് പ്രാർത്ഥന നമുക്കൂടെ ചൊല്ലണം. അങ്ങനെ 51 സങ്കീർത്തനത്തിൽ 10ാമത്തെ വാക്യമുണ്ട്. എന്താണെന്നറിയാമോ? ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എനിക്ക് തന്ന് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്റെ ഉള്ളിൽ പുതുതാക്കണമേ. അപ്പൊ നിർമ്മലമായ ഒരു ഹൃദയം ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന് നമ്മളിൽ വസിക്കാൻ പറ്റുള്ളൂ. ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ വസിച്ചെങ്കിൽ ദൈവം നമ്മെ നയിക്കുള്ളൂ. അല്ലേ ആരായിരിക്കും? ഇന്ന് കണ്ടില്ലേ അത്? തമ്പുരാന്റെ പുനിയായ സ്ത്രീ ഇങ്ങനെ നിൽക്കുന്ന സ്ത്രീ എന്ത് ചെയ്തു? വയ്യ പിടിച്ചു വരുന്നു നേരെ ആയിരിക്കാം. അപ്പൊ അവളെന്ന് പരീക്ഷ എന്നിട്ട് എന്താ? പിശാച് പുറത്തു കൊടുക്കും. ആകൽ കരസ അല്ലേ? പിശാച് അവളെ ബന്ധിച്ചിട്ടാണ് അവളിങ്ങനെ കൂനിയായത്. തമ്പുരാൻ പിടിച്ച് ഉയർത്തി കഴിഞ്ഞപ്പോ അവളൊന്ന് പോയി എന്ന് പറഞ്ഞാല് ദൈവത്തിന്റെ ആത്മാവില്ലെങ്കിൽ ഈ ദുഷ്ട ആത്മാവല്ലേ പിശാചിന്റെ ആകൽ കരസ നമ്മളിലേക്ക് വരും, നമ്മുടെ ഹൃദയത്തിൽ വരും. എന്നിട്ട് വഴക്ക് പിടിക്കാനും തെറ്റായ കൂട്ടുകെട്ടിൽ പോകാനും ഉള്ള ദുശീലങ്ങൾ ചെയ്യാനും എല്ലാം നമ്മെ പ്രേരിപ്പിക്കും അല്ലേ? തെറി പറയാൻ നമ്മളെ പറയും അല്ലേ? ചില പിള്ളേർ പോലെ ചീത്ത വാക്കുകൾ പറയില്ലേ? പറയുന്ന പിള്ളേരെ കേട്ടില്ലേ? ചില പിള്ളേർക്ക് ഇടിയുണ്ടാക്കാം, വെറുതെ ആവശ്യമില്ലാത്തതുകൊണ്ടിരിക്കും അല്ലേ? അന്ന് വേണ്ട അങ്ങനെയുള്ള കുസൃതികൾ ഒത്തിരി ചെയ്ത് മറ്റുള്ളവർക്ക് ദുരിതമായി മാറുന്ന മനുഷ്യരുണ്ട്. വലിയ ആളുകൾ വേണമല്ലോ, കുഞ്ഞുങ്ങൾ വേണം അല്ലേ? ഇന്നിപ്പോ കാണാൻ ഒത്തിരി പിള്ളേർക്ക് ചിലപ്പോൾ ആയിരിക്കും തന്നെ മയക്കുമരുന്ന് ഇതേ കുടിക്കാം അല്ലെ കഴിക്കാം എന്നിപ്പോ ഞാൻ കൊണ്ട് തന്നു അതെല്ലാം മേടിച്ച് കഴിച്ച് ഞാൻ അറിയാതെ. അപ്പൊ ആര് തന്നാലും അതൊക്കെ മേടിച്ച് അങ്ങനെയുള്ള ദുശീലങ്ങളിലേക്ക് പോകാൻ ആരെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യാനുള്ള പ്രേരണ തരുന്ന ആരാ? നമ്മുടെ ഉള്ളിൽ ആരുണ്ടെങ്കിലാ. ഈ ആകൽ കരസാവെന്ന് കയറിയിരിക്കുകയാണെങ്കിൽ അവൻ പറയും അത് ചെയ്യും. ദൈവത്തിന്റെ ആത്മാവിരിക്കുകയാണ് എന്റെയും ദൈവം പറയുക വേണ്ട പോലെ അത് വേണ്ടില്ല, നമുക്ക് പാടില്ല അല്ലേ? നല്ല വാക്കേ നമ്മുടെ വായിൽ നിന്ന് വരാൻ പാടുള്ളൂ. ഒരു വാക്കും കൂടെ പറയും. ഫിലിപ്പിയർ 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നത് ഒടുവിൽ പ്രിയമുള്ളവരെ സൽകീർത്തിയായിട്ടുള്ളത് സൽപുകഴ്ചയായിട്ടുള്ളത് അല്ലേ നിർമ്മലമായതൊക്കെയും ഇങ്ങനെയുള്ള ചിന്തകളായിരിക്കണം നമുക്കുണ്ടാവേണ്ടത് എന്ന് പറഞ്ഞ് ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ തന്നെ നല്ല ചിന്തകൾ വരുവാൻ തക്കവണ്ണം നമ്മൾ
നിർമ്മലരായ ഒത്തിരി പേരെ പറ്റി പറയുന്നുണ്ട്. ആരെങ്കിലും ഒരാളുടെ പേര് നമുക്ക് പറയാമോ? നിർമ്മല ജീവിതം നയിച്ച ആളുകൾ വേറെ ഒത്തിരി പേരില്ലേ? ആരുടെയും ഒരാളുടെ പേര് പറയാമോ? പറയാമോ? ആദ്യ മാതാപിതാക്കൾക്ക് 2 മക്കളുണ്ടായിരുന്നു അല്ലേ? അവരുടെ പേരെന്താ? ആദാമിന്റെ ഹവ്വയുടെ മക്കളുടെ പേരെന്താ? ആരെ കൊന്നതേ? ആരെയാ കൊന്നത്? പറഞ്ഞേ. കായീൻ ഹാബേലിനെ കൊന്നു അല്ലേ? ഈ ഹാബേൽ ഇതുപോലെ കായിനെ കഴിഞ്ഞ് വലിയ പരാക്രമിയായിരുന്നെങ്കിൽ അവനെ ഉപദ്രവിക്കുകയായിരുന്നെങ്കിൽ കൊല്ലുമായിരുന്നു? ഇല്ല, കായൻ അവനെ തല്ലി. അപ്പൊ എന്ത് ചെയ്തു? ഹാബേല് നിർമ്മലനായിരുന്നു. അവർക്ക് തല്ലിയെങ്കിൽ അവനെ കൊണ്ടുപോയിട്ടുണ്ട് അല്ലേ? വയലിലോട്ട് പോകാന്ന് പറഞ്ഞു. ചേട്ടൻ വിളിച്ചതല്ലേ, എന്നാ അനിയനോട് കൊടുക്കും. അവിടെ ചെന്ന് വഴക്ക് പിടിച്ചു. ഇന്നലെ എന്ത് ചെയ്തു? ചേട്ടനല്ലേ എന്ന് പറഞ്ഞ് കാത്തിരുന്നു. അവന് അടിച്ചു തരും അല്ലേ? ആദ്യത്തെ നിർമ്മലനായിട്ട് പറയുന്ന ആള് വേദപുസ്തകത്തിൽ ആദ്യത്തെ നിർമ്മലൻ ആരാണ്? ഹാബേലാണ്. അതുകൊണ്ടാണ് വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ എബ്രായ ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ ആദ്യത്തെ വിശ്വാസ വീരൻ ആരാന്ന് പറഞ്ഞിരിക്കുന്നത് ഹാബേലിനെ പറ്റി. പിന്നെ ഒത്തിരി പേരുണ്ട്. ഒരാളെ പറയാം, യൗസേപ്പ്. യൗസേപ്പിനെ അറിയത്തില്ലേ? യൗസേപ്പ് ആരായിരുന്നു? പറഞ്ഞേ കുഞ്ഞുങ്ങളെ അറിയാം. യൗസേപ്പ് ആരായിരുന്നു? അയ്യോ, യാക്കോബിന് 12 മക്കളില്ലായിരുന്നോ? അതിൽ എത്രാമത്തവനായിരുന്നു? 11-ാമത്തവനായിരുന്നു. കൊള്ളാം. 11-ാമത്തവനായിരുന്നു ആര്? ഏറ്റവും ഇളയ പേര് 11-ാമത്തവൻ ബെന്യാമീൻ അല്ലേ? ബെന്യാമീന്റെ ചേട്ടനാണ് യോസേഫ്. പക്ഷെ യാക്കോബിന് ഏറ്റവും ഇഷ്ടം ആരെയായിരുന്നു? യൗസേപ്പിനെ. അപ്പൊ യൗസേപ്പിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട 11 പേർക്ക് ഒരു കൈ ഇവനെ കൊടുക്കണം. ഇവനെയാണ് അപ്പനെ വലിയ സ്നേഹം, അസൂയായി. അപ്പൊ അവരെന്ത് ചെയ്തു? അവരാടിനെ മേയ്ക്കാൻ പോയിട്ട് 1 ദിവസം കാണാഞ്ഞിട്ട് അപ്പൊ പറഞ്ഞാൽ യൗസേപ്പ് നീ പേര് അന്വേഷിച്ചിട്ട് വരാൻ പറഞ്ഞപ്പോ ചെന്നപ്പോ എന്ത് ചെയ്തു? ഒരു ചേട്ടന്മാരെ അന്വേഷിക്കാൻ ചെന്നതാണ്. അന്നേരത്തേക്ക് യൗസേപ്പിനെ എന്ത് ചെയ്തു? അവരെ പിടിച്ചു. വരുന്നുണ്ട് അല്ലേ? നമ്മുടെ ശത്രു വരുന്നുണ്ട്, അവനെ പിടിച്ചോടാ പറഞ്ഞ് എല്ലാവരും പീഡിച്ച അവനെ എന്ത് ചെയ്തു? എവിടെ എന്ത് ചെയ്തു? ഫോട്ടോ കിടന്നിരുന്നു. അവൻ അവിടെ കിടന്ന് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഞാൻ എന്ത് ചെയ്തിട്ട് ഈ ഫോട്ടോ കിട്ടുന്നില്ല. വെറുതെ കൊല്ലാൻ തുടങ്ങിയതാ. അപ്പൊ ആര് പറഞ്ഞു? കൊല്ലണ്ട എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? പറയുന്നേ. ബാക്കി ഒരാൾ കൂടി ഇവനെ കൊന്നേക്കാന്ന് പറഞ്ഞതാ അല്ലേ? അപ്പൊ ഒരാൾ പറഞ്ഞു കൊല്ലരുത്. ആരാ പറഞ്ഞു? മൂത്ത ചേട്ടൻ രൂപേ കേട്ടോ, ഏറ്റവും മൂത്ത ആളുടെ പേര് രൂപേ. അവനെ കൊല്ലണ്ട അല്ലേ, നമുക്ക് കുഴി കിട്ടാം. അപ്പൊ അവിടെ അങ്ങനെ അന്ന് മുതൽ ഈ യൗസേപ്പ് ചെന്നിടത്തെല്ലാം നിർമ്മലനായി നന്നായി ജീവിച്ചു. ബുദ്ധിപേരുടെ ഭവനത്തിൽ കൊണ്ടുപോകുന്ന എവിടെയാ? അവർ മിസ്രൈം കച്ചവടക്കാർക്ക് വിറ്റ് കളഞ്ഞ് അവരുടെ കാശ് മേടിച്ച് അവരെ ഫുഡടിച്ച് കൂടുതൽ ചേട്ടന്മാരിലാണ് കൂടി സന്തോഷമായിട്ട് ജീവിച്ച്. അങ്ങനെ ഇന്ന് അവൻ ചെന്ന സ്ഥലത്ത് എന്ത് ചെയ്തു? എല്ലായിടത്തും നിർമ്മലനായിരുന്നത് കൊണ്ട് ദൈവം അവനെ എന്ത് ചെയ്തു? ദൈവം അവനെ എന്ത് ചെയ്തു? യൗസേപ്പ് ആരായി? സഹോദരന്മാരെ 30 വെള്ളിക്കാശിന് വിറ്റതാ അല്ലേ? പക്ഷെ ഇവനെ ദൈവം എവിടെ കൊണ്ടുപോയി? അവിടെ നിന്ന് കച്ചവടക്കാരൻ ചുമണ്ട് പോയി അവനെ കൊത്തു ജോലിക്ക് ജീവിച്ചു കാണും. അവിടെ ചെന്ന് അവരെ വീട്ടിൽ ചെന്ന് താമസിച്ചു. അവിടെ ചെന്ന് അവിടുന്ന് എന്ത് ചെയ്തു? കാരാഗ്രഹത്തിൽ പോയി, ജയിലിൽ പോയി അല്ലേ? അവിടുന്ന് എല്ലാം ദൈവം അവനെ ഉയർത്തി എവിടെ വിളിച്ചെന്നു? ആ രാജ്യത്തെ പ്രധാനമന്ത്രി അല്ലെ രാജാവായി തീർന്നു. എവിടെ? ഈജിപ്റ്റ് അല്ലെങ്കിൽ മിസ്രൈമില് അല്ലേ? മിസ്രൈമിലെ കച്ചവടക്കാരാ കൊണ്ടുപോയത്. അവിടെ നാട് കൊണ്ടുപോയി. ഇവൻ നല്ല മനുഷ്യനായി, നിർമ്മലനായ മനുഷ്യനായോണ്ട് ജീവിതത്തിൽ ഉയർച്ചയുണ്ടായി എന്നതുപോലെ നമ്മൾ എന്ത് ചെയ്യണം?
നിർമ്മലതയിലായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. ഏത് പ്രായം മുതൽ എന്ത് ചെയ്യണം? നിർമ്മലതയിലായിരിക്കണം. നിർമ്മലതയിൽ ജീവിക്കാനായിട്ടുള്ളതിന്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് ഹൃദയം നിർമ്മലമാക്കുക എന്നുള്ളത്. ദൈവമേ, നമ്മള് പണ്ടൊക്കെ ഈ സ്കൂളിൽ പഠിക്കുന്ന നല്ല ചിന്തം തരണമേ നിർമ്മലമാ, അല്ലേ? ഇതൊക്കെ വലിയ പാടുകയല്ലേ? സത്യ ഒരു പാട്ട് ഞാൻ മറന്നു, അല്ലേ? സത്യസ്വരൂപ എന്നൊക്കെ പറഞ്ഞൊരു പാട്ട് നമ്മൾ പാടുമായിരുന്നു പണ്ട് സ്കൂളില്. അല്ല, ഈശ്വര പ്രാർത്ഥനയ്ക്കാൻ വേണ്ടി, അല്ലേ? അപ്പൊ നല്ല ചിന്ത തരണമേ, നല്ല ആലോചന തരണമേ, അല്ലേ? എന്നെല്ലാം പറഞ്ഞ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അങ്ങനെ നല്ല ചിന്തകള് നമ്മുടെ ഹൃദയത്തിൽ തരാൻ നമ്മുടെ ഹൃദയം നിർമ്മലമായി പരിപാലിച്ചുകൊണ്ടേയിരിക്കണം കേട്ടോ. അതാണ് നമ്മൾക്ക് നിർമ്മലരാകാനുള്ള പ്രധാന വഴിയെന്ന് ഓർക്കുക. നടപ്പിൽ നിർമ്മലരാകണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഹൃദയം നിർമ്മലമാക്കി കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതിന് നമുക്ക് ഈ OBBSന്റെ പഠനകാലം ഇടയാകട്ടെ. ഇതിനു വേണ്ടി അധ്വാനിക്കുന്ന അധ്യാപകരുണ്ട് കേട്ടോ. മാതാപിതാക്കൾ ഇവിടെ കൊണ്ടുവിടുന്നുണ്ട്, തിരിച്ചു കൊണ്ടുപോകുന്നുണ്ട്, വീടുകളിൽ പൈസ തരുന്നുണ്ട്. നമ്മൾ ഈ ഒരാഴ്ച കാലം ദേവാലയത്തിൽ ചെലവഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഹൃദയം ശുദ്ധമാകുവാൻ, നിർമ്മലമാകുവാൻ ഇടയാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇത് നമ്മൾ ആരംഭിക്കുന്ന OBBS നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഭവമായ, അനുഗ്രഹമായ, നിങ്ങളുടെ എല്ലാ വളർച്ചയ്ക്ക് നല്ലവണ്ണം ബുദ്ധി തെളിയുവാൻ, അതുപോലെ ആരോഗ്യം കിട്ടുവാൻ, നല്ല ചിന്തകളോട് നിറയുവാൻ, നിങ്ങളുടെ വളർച്ചയ്ക്ക് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയോടെ പ്രത്യേകമായി ഈ OBBS ഉദ്ഘാടനം ചെയ്തതായിട്ട് എന്നെ അറിയിക്കുന്നു. അങ്ങോട്ട് തിരിഞ്ഞ് നോക്കി അവിടെ ഫോട്ടോ എടുക്കും. അങ്ങോട്ട് എല്ലാ വർഷവും നടക്കുന്ന പോലെ OBBS ആണ് ഈ വർഷം നടത്തുന്നത്. പക്ഷേ 20 കൊല്ലം മുമ്പൊക്കെ OBBSന് ഇത്രയൊന്നും ആൾക്കാരുണ്ടായിരുന്നു. കുതിച്ചിടുവാനും ആൾക്കാരുണ്ടായിരുന്നു. ഇവിടുന്നൊക്കെ റാലി ഇറങ്ങി ആലാപ്പള്ളി കവല വഴി പോയി ഇതിലേവരും കുറേ ഒരു കാറ് പോകും. കാരണം ആരെയും പിള്ളേരും ക്ഷീണിച്ചെങ്കിൽ അവരെ ക്ഷീണിച്ചിക്കൊണ്ട് പോയാൽ ഇന്നുവരെ കാറ് പോകും. അതുപോലെ ഒരു 100-150 പേരുള്ള ഒരു റാലിയൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ വന്ന് ഒരു 10-20-25 മീതി കൂടുതലില്ല. നമ്മുടെ ആരുടെയും കുഴപ്പങ്ങളല്ല, നമ്മുടെ പരിസ്ഥിതി അങ്ങനെയായിരുന്നു. ഇന്നിപ്പോൾ വീടുകളിൽ നിന്ന് കുട്ടികളെല്ലാം വളരെ കുറവ്, എന്നാലും ഉള്ള കുട്ടികളെല്ലാം വന്നു. എല്ലാവരും വളരെ ഉത്സാഹത്തോടുകൂടി ഇരിക്കുന്നു. ഈ OBBS ഇത് കഴിഞ്ഞ് വരുമ്പോൾ
അച്ഛൻ പറഞ്ഞ പോലെ നമ്മളെ ഒരു നിർമ്മലരായ മനസ്സുള്ളവരായിരിക്കണം. ആവേലിനെ പറ്റി അച്ഛൻ പറഞ്ഞു, കായനെ പറ്റി പറഞ്ഞു. കായ ദുഷ്ടനായിരുന്നു. ആ ദുഷ്ടന്റെ ഇതുകൊണ്ട് അവന്റെ തലമുറ 7 സംവത്സരം 7ാം തലമുറ കൂടി അത് നിന്നുപോയി. പക്ഷെ ഹാവേലിന്റെ തലമുറ എത്ര നിന്നു? ഹാവേലിന്റെ തലമുറ ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ നമ്മളൊക്കെ ആരുടെ തലമുറയാണ്? കായേനും ആബേലും ആണ് ആദാമിന്റെ മക്കൾ. കായേന്റെ തലമുറ 7 തലമുറകൾ നിന്നു. പിന്നെ ആബേൽ മരിച്ചുപോയി. പിന്നെ നമ്മളൊക്കെ ആരുടെ തലമുറയാണ്? ആദാമിന് വേറെ മരണമുണ്ടായിരുന്നോ? ഇല്ലേ? ആദാമിന് ആബേൽ മരിച്ചു കഴിഞ്ഞാൽ ആദാമിന് ഒരു കുട്ടി ഇവിടെ ഉണ്ടായിരുന്നു. അതാണ് ശേത്ത്. ആ ശേത്തിന്റെ തലമുറയാണ് ഇപ്പോഴും നമ്മളൊക്കെ ശേത്തിന്റെ അവസാനത്തെ തലമുറക്കാരാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ശേത്ത് നിർമ്മലനായിരുന്നു? ദൈവത്തെ യാഗം കഴിച്ചു, ദൈവത്തെ സ്നേഹിച്ചിരുന്നു, ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് നടന്നിരുന്നു. അതിന്റെ ഒരു റിസൾട്ടാണ് ഇപ്പോഴും നമ്മൾ ജീവനോടിരിക്കുന്നു, നമ്മളിങ്ങനെ തലമുറകൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ വളരെ വാക്കിലും നോക്കിലും ജീവിതത്തിലും നിർമ്മലരായിരിക്കണം. കാരണം ഗലീലാക്കടൽ പോലെ നിർമ്മലരായിരിക്കണം. ഗലീലാക്കടൽ എന്ന് പറഞ്ഞാൽ അതിനകത്ത് യാതൊരു അശുദ്ധിയില്ല. അശുദ്ധിയില്ലെന്ന് പറഞ്ഞാൽ അത് പർവ്വതത്തിൽ നിന്ന് വരുന്ന മഞ്ഞുരുകി വരുന്ന വെള്ളമാണ്. അല്ലാതെ ആ മഞ്ഞുരുകി വരുന്ന വെള്ളത്തിൽ യാതൊരു അശുദ്ധിയുമില്ല എന്നല്ല ആ ഗലീലാക്കടലിന്റെ സ്വഭാവമായിരിക്കും നമുക്കും. കാരണം ഈ ഗലീലാക്കടലില് ഒരു ശകലം വെള്ളം പോലും അവർ ഗലീലാക്കടലിൽ സൂക്ഷിച്ചു വെക്കുന്നില്ല. വരുന്നത് മുഴുവൻ ഒഴുകി പോവുക. സ്വല്പം വെള്ളം പോലും അത് ഒരിക്കലും കടന്ന് സൂക്ഷിച്ചു വെക്കുന്നില്ല. ഈ വരുന്ന വെള്ളം മുഴുവൻ താഴോട്ട് പോയി ചാവുകടൽ എന്ന് പറഞ്ഞ കടലുണ്ട്, അവിടെ കൊണ്ട് സൂക്ഷിക്കുകയാണ്. വർഷങ്ങളായിട്ട് 2000-3000 വർഷങ്ങളായിട്ട് ഈ ഗലീലാക്കടലിൽ നിന്ന് വരുന്ന വെള്ളം മുഴുവൻ ഈ ചാവുകടലിൽ ഒരു വലിയ കടലൊന്നുമല്ല, ഒരു ടാങ്ക് പോലെ ഒരു ഇതാണ്, അതിനകത്ത് കൊണ്ട് ജീവിക്കുകയാണ്. എന്നാൽ ഒഴുകി നിറയുന്നില്ല. അപ്പൊ ഈ ഗലീലാക്കടൽ പോലെ നമ്മളും വിശുദ്ധിയുള്ളവരാണ്. നമ്മൾ കളങ്കം പാടില്ല. ഗലീലാക്കടലിൽ ഒരു തുള്ളി പോലും അശുദ്ധ വെള്ളമില്ല, ഒരു കരട് പോലും ഇല്ല. അപ്പൊ നമ്മുടെ മനസ്സും അതുപോലെ ശുദ്ധിയുള്ളതും നിർമ്മലവും ആയിരിക്കണം. അതിന് എല്ലാവർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ OBBS-നുള്ള എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. താങ്ക് യു സർ. ഈ വർഷത്തെ OBBS-നെ കുറിച്ച് രണ്ടാമത് സംസാരിക്കുന്നതിനായി സെക്രട്ടറി ലൈറ്റ് സബ്മിഷൻ ചെയ്തു. സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ, ഇന്ന് നമ്മുടെ ആദ്യമായിട്ട് ഞാൻ OBC വർഷത്തെ OBS-ന് 2021 OBS-ന് എല്ലാവിധ ആശംസകളും അറിയാൻ കഴിയുകയാണ്. അതുപോലെ എൻ്റെ മനസ്സിൽ കടന്നു വന്ന ഒരു കാര്യം മാത്രം നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കിൽ നിന്ന് നിർമ്മിക്കാം. ഞാൻ ഇതിൻ്റെ ഈ വർഷത്തെ ആപ്തവാക്യം നിർമ്മലരായി നടത്തി എന്നുള്ളതാണ്. നമ്മുടെ ഇന്ത്യ സമൂഹം പറഞ്ഞാൽ വളരെ കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. പ്രത്യേകിച്ച് പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാം ലിംഗഭേദമില്ലാതെ മദ്യം, മയക്കുമരുന്ന്, രാസലഹരി അങ്ങനെയുള്ള അനേക സ്വഭാവങ്ങളിലേക്ക് വളരെ വേഗം അവരറിഞ്ഞോ അറിയാതെയോ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വളരെ കലുഷിതമായ അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മുടെ ഒരു ഇടവേള ഒരു തലമുറയിൽ ഈ അടുത്ത തലമുറയിൽ ഒരു കുഞ്ഞു പോലും അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അടിമപ്പെട്ടു പോകാതെ ഇത് നല്ല നിർമ്മലനായി നടപ്പാക്കാൻ നമ്മുടെ ഓരോ കുഞ്ഞുങ്ങൾക്കും ഉള്ള സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാർത്തകൾ വിരമിക്കട്ടെ. താങ്ക് യു സർ. നമ്മുടെ ഈ ഉദ്ഘാടന ചടങ്ങ്